ശരിക്കും എന്തായി ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ പേരെന്താണ്? ഹായ് ഹലോ, തൈറോയ്ഡ് ഗ്രന്ഥിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് ഇത്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാ നമുക്ക് ഡോക്ടറുമായി സംസാരിക്കാം. ഇതിനു മുമ്പ് നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഇതുപോലെ USG ഒക്കെ ചെയ്തിരുന്നു, സ്കാനിങ് ചെയ്തിരുന്നു. അപ്പോഴും അവിടെ ഡോക്ടർ പറഞ്ഞത് ഒന്നെങ്കിൽ നമുക്ക് റോബോട്ടിക് കീഹോൾ പോലെ റോബോട്ടിക് സർജറി ചെയ്യാം, അല്ലെങ്കിൽ ഓപ്പൺ ഒരു സൈഡിലാണ് പ്രശ്നമുള്ളൂ. ഫ്യൂച്ചറിൽ ചിലപ്പോൾ മറ്റതിനെയും ബാധിക്കുക. ഇപ്പോൾ ഒരെണ്ണം മാത്രം എടുത്ത് കളഞ്ഞാലും ഫ്യൂച്ചറിൽ ഇത് ഒരു പക്ഷേ വീണ്ടും അതിനകത്ത് വരുമ്പോൾ അതിന് 2 സർജറിയുടെ ആവശ്യമില്ല. അപ്പോൾ മൊത്തത്തിൽ എടുത്ത് കളയുന്നതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു പുതിയ ടെക്നോളജിയുടെ പേരെന്താണ്? പൊതുവെ ഇതിന് അബ്ലേഷൻ എന്ന് പറയും. ഇത് തുടക്കത്തിൽ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് വെച്ചിട്ടാണ് ഈ ഒരു തടിപ്പിനെ നമ്മൾ നശിപ്പിച്ച് കളഞ്ഞത്. ഇപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൈക്രോവേവ് എനർജി, നമ്മൾ ഭക്ഷണമൊക്കെ ചൂടാക്കുന്ന മൈക്രോവേവ്, മറ്റ് റേഡിയേഷൻ സാധ്യതകളൊന്നും ഇല്ലാത്ത മൈക്രോവേവ് അബ്ലേഷനാണ് ഇന്ന് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 2 ടെക്നോളജി, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷനും അതേപോലെ തന്നെ മൈക്രോവേവ് അബ്ലേഷനും ഇന്ന് ഇതിന് നിലനിൽക്കുന്ന ട്രീറ്റ്മെൻറ്റാണ്. ആ കോശങ്ങളിൽ ഇത്തിരി ചൂടാക്കിക്കൊണ്ട്, ശരീരത്തിന് ചൂടൊന്നും വരില്ല, ഒരു ചെറിയ രീതിയിൽ ചൂടാക്കിക്കൊണ്ട് ആ കോശങ്ങൾ നശിച്ച് പോകാൻ ചെറിയൊരു നീട്ടിട്ട്, നമ്മൾ നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ വളരെ നേരിയൊരു നീരിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ജീവിക്കുന്ന കോശങ്ങളെ നശിപ്പിച്ച് കളയാനുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. ഹായ് ഹലോ, തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന മുഴ സർജറിയോ ഗ്ലാൻഡ് റിമൂവ് ചെയ്യാതെയോ നീക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇത്. ഈ സീരീസിലുള്ള 3ാമത്തെ വീഡിയോ ആണത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡോക്ടറുമായി സംസാരിക്കുകയായിരുന്നു. വാ നമുക്ക് ഡോക്ടറുമായുള്ള സംഭാഷണം തുടരാം. ജീവിക്കുന്ന കോശങ്ങളെ നശിപ്പിച്ച് കളയാനുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അത്രമാത്രം ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പോലെ നീർക്കെട്ട് കൂടിയുള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ ആ നീരും കൂടി നമ്മളതിൻ്റെ കൂടെ എടുത്ത് ഒഴിവാക്കി പോകും. വൺസ് ആ കോശങ്ങൾ നശിച്ചു പോയി കഴിഞ്ഞാൽ ബോഡി തന്നെ ഏതാനും മാസങ്ങൾ കൊണ്ട് പതിയെ അതിനെ ചുരുക്കിക്കൊണ്ട് നമ്മൾ നീരിലിട്ട് കടിക്കുമ്പോൾ തന്നെ അവർ നശിച്ചു പോയി കഴിഞ്ഞു. അത് ആ സെക്കൻഡിൽ തന്നെ സംഭവിക്കുന്നത്. നശിച്ചു പോയൊരു സംഗതി ബോഡിയുടെ തന്നെ ഭാഗമാണല്ലോ, അതവിടെ പിന്നെ പതിയെ ബോഡി ആ നശിച്ചു പോയ സംഗതിനെ അബ്സോർബ് ചെയ്ത് ആ സൈസ് ചുരുങ്ങി വരും. പിൻഹോളിൽ ഇതൊരു വളരെ ചെറിയൊരു നീഡിൽ, നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു വളരെ ചെറിയൊരു ഡോട്ട് മാത്രം, ശരിക്കും പിന്ന് കൊത്തിയാൽ എത്രയുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ പൊതുവായിട്ട് ഈ എല്ലാ ചികിത്സകളെയും കൂടി പൊതുവായി പിൻഹോൾ ചികിത്സ എന്ന് പറയും. കീഹോളൊക്കെ കുറച്ചുകൂടി വലുതാണ്. പിൻഹോളെന്ന് ശരിക്കും നമ്മളൊരു മുട്ടുസൂചിയുടെ ഒരു പിന്ന് പോലത്തെ ഒരു എൻട്രിയിൽ വളരെ നേരിയൊരു നീഡിൽ വെച്ചിട്ട് കരിച്ച് കളയുന്നതാണ് പൊതുവായി പിൻഹോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ ടെക്നിക്കലായിട്ട് മൈക്രോവേവ് അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് വെച്ചിട്ട് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്.